ഹായ്, ഷീനാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഷീനാസ് വേൾഡിനൊപ്പം ഇന്ന് 1000 കൂട്ടുകാരായിട്ടുണ്ട്. എന്നോടൊപ്പം കൂടിയ എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. ഇനിയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് കാഴ്ചയുമായിട്ടാണ്. 1805 നവംബർ 30 നമ്മുടെ കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശി രാജാവ് വീരമൃത്യു മരിച്ച സ്ഥലം വയനാട് ജില്ലയിലെ പുൽപ്പള്ളി മാവുലാംതോട്ടിലാണ് ആ സ്ഥലം. അവിടെ ഇപ്പോൾ പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയമായിട്ട് സംരക്ഷിക്കപ്പെടുന്നു. അപ്പം ഈ മ്യൂസിയത്തിലെ കാഴ്ചകളും ആ മരിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലവും നമുക്കൊന്ന് കണ്ടാലോ. ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഫീസ്. കൊറോണ ആയതുകൊണ്ട് ഇത്രയും നാളും അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഇത് ഓപ്പണായിട്ട്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേരള കർണാടക അതിർത്തിയിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു കിലോമീറ്റർ ദൂരമേ ഈ സ്ഥലത്തേക്കുള്ളൂ. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ, ഓപ്പണായി കഴിഞ്ഞതിൽ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അടുത്ത മാസത്തിനായിട്ട് ഇതിനകത്തൊരു ചെറിയൊരു ഫ്ലവർ ഷോ ഒരുങ്ങുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നനച്ച് വളർത്തുന്നതാണ് ഈ കാണുന്നത്. ഇതൊരു നെല്ലിമരമാണ് ഈ കാണുന്നത്. അതിൽ നിറച്ച് കായാണ്, നെല്ലിക്കയാണുള്ളത്. അതിൽ കയറി പറിക്കാൻ പെർമിഷൻ ഇല്ല. നമുക്ക് താഴെ നിന്ന് വേണമെങ്കിൽ എറിഞ്ഞ് പറിച്ചെടുക്കാം. അപ്പോൾ അവർ പറഞ്ഞ് നമ്മുടെ അടുത്ത് എറിഞ്ഞ് പറിച്ചോളാൻ. അങ്ങനെ ഞങ്ങൾ പറിച്ചതാണിത്. ബ്രിട്ടീഷ് സൈന്യത്തിന് പിടികൊടുക്കാതെ വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തെന്നും ബ്രിട്ടീഷ് ആക്രമണത്തിന് തൊട്ടുമുന്നിൽ സ്വയം മുറിവേൽപ്പിച്ച് ജീവനൊടുക്കിയെന്നുമെല്ലാം കാലം പറഞ്ഞ കഥ. ഇതിനൊന്നും തിരുത്തലില്ലാതെ നാടെല്ലാം ഇപ്പോഴും വീരപഴശ്ശിയെ നെഞ്ചിലേറ്റുന്നു. അപ്പോഴും ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിയെ കീഴ്പ്പെടുത്തിയതിൻ്റെ അധ്യായങ്ങൾ പൊടിപിടിച്ച് കിടക്കുന്നു. വയനാടിൻ്റെ നാട്ടുവഴികളിൽ പഴശ്ശി പോരാട്ടത്തിൻ്റെ ചരിത്രം തേടിയുള്ള ഓരോ യാത്രയും അവിസ്മരണീയമാണ്. ആ കാണുന്ന സ്ഥലങ്ങൾ കർണാടകയാണ്. അവിടെ ഒരു പാലം കാണുന്നുണ്ട്. ആ പാലം കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പഴശ്ശി മരിച്ചത്.
മരണശേഷം പഴശ്ശിയുടെ മൃതശരീരം ഇവിടെ കൊണ്ടുവരികയും ഇവിടെ കിടത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ സ്മൃതി മണ്ഡപം ഒരുക്കിയിരിക്കുന്നത്. കേണൽ ബേബറുടെ മഞ്ചത്തിൽ തികഞ്ഞ ആദരവോടെ മൗലാന്തോടിൻ്റെ കരയിൽ നിന്ന് മാനന്തവാടിയിലെ കുന്നിൻ മുകളിലേക്കായിരുന്നു 1805 നവംബറിൽ ഈ വീരപുരുഷൻ്റെ അന്ത്യയാത്ര. പുൽപ്പള്ളിയിലെ മാവിലാംതോടിൻ്റെ കരയിലെ രക്തസാക്ഷി മണ്ഡപവും മാനന്തവാടിയിലെ പഴശ്ശി കുടീരവും ചരിത്രാന്വേഷികളുടെ സഞ്ചാരം കൊണ്ട് ശ്രദ്ധേയമാണ്. ഇതിനോടൊപ്പം തന്നെ പഴശ്ശി മരിക്കുന്നതിന് മുമ്പുള്ള കുറേ നിമിഷങ്ങൾ ആർട്ട് ഗാലറി ആയിട്ട് ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പഴശ്ശി യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പുള്ള സന്ധി സംഭാഷണങ്ങളും അതിനു മുമ്പ് പോകുന്ന കുതിരപ്പുറത്ത് പുറപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതിൽ നല്ല മനോഹരമായിട്ടാണ് ഈ ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടിരിക്കുന്നത്. നേരിട്ട് കാണുമ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. അമ്പും വില്ലും ഉപയോഗിച്ചിട്ടായിരുന്നു പഴശ്ശി അന്ന് യുദ്ധത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. അമ്പും വില്ലും ഉപയോഗിച്ച് നിൽക്കുന്ന ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ഈ ചിത്രരചന ചെയ്തിരിക്കുന്നത് പുൽപ്പള്ളിയിലുള്ള സുരേഷ് എന്ന ചിത്രകാരനാണ്. നല്ല മനോഹരമായിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. പഴശ്ശിയുടെ മരണശേഷം മൃതശരീരം മഞ്ചത്തിലേറ്റി കേണൽ ബേബറുടെ നേതൃത്വത്തിൽ സംസ്കരിക്കാനായിട്ട് മാനന്തവാടിയിലോട്ട് വിലാപയാത്രയെ കൊണ്ടുപോകുന്നതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ കാണുന്നത് കന്നരം പുഴയാണ്. ഈ പുഴയുടെ അക്കരെ ഭാഗം കർണാടകയാണ്, അതിൻ്റെ ഇങ്ങേ ഭാഗമാണ് കേരളം. പുൽപ്പള്ളി എന്ന സ്ഥലം ഇത് ഒരു വന്യമൃഗശല്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്, എന്നാലും ജനവാസ കേന്ദ്രം തന്നെയാണ്. ഈ കന്നാരമ്പുഴ ചെന്ന് ചേരുന്നത് കബനി നദിയിലേക്കാണ്.
വയനാട് കാണാൻ വരുന്നവർ ഈ സ്ഥലവും കൂടി വന്ന് കണ്ടിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.